നമ്മുടെ ഹൈവേസ് എല്ലാം ഭയങ്കര ഹൈടെക് ആയി അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സ്പീഡിങ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്തരത്തിലുള്ള ഹൈവേസിൽ റിയാക്ഷൻ ടൈം വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സേഫ് ആയിട്ട് ട്രാവൽ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഗർഭിണിയായിട്ടുള്ള സ്ത്രീ ഡ്രൈവ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കോ പാസഞ്ചർ ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോഴോ സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാൻ പറ്റുമോ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ വളരെയധികം കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സേഫ് ആയിട്ട് നമുക്ക് സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാൻ പറ്റുക? ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ സീറ്റ് ബെൽറ്റിന്റെ മുകളിലത്തെ ബെൽറ്റ് രണ്ട് ബ്രസ്റ്റിന്റെയും ഇടയിൽ വരുന്ന രീതിയിൽ വേണം പ്ലേസ് ചെയ്യാൻ. അത് നമ്മുടെ കഴുത്തിലേക്ക് കയറി നിൽക്കരുത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ താഴെ വരുന്ന ബെൽറ്റിന്റെ താഴത്തെ പോർഷൻ അത് നമ്മുടെ വയറിന്റെ താഴെയായിട്ട് ലാപ്പിന്റെ ഭാഗത്തായിട്ട് സ്ട്രാപ്പ് ചെയ്യുക. ഇതാണ് കറക്റ്റ് പ്ലേസ്മെന്റ് ഓഫ് സീറ്റ് ബെൽറ്റ് ഡ്യൂറിങ് പ്രഗ്നൻസി. പിന്നെ മറ്റ് ചില ഡിവൈസസും അവൈലബിൾ ആണ്. അതായത് താഴെയുള്ള ബെൽറ്റ് നമ്മുടെ കാലുകളുടെ ഇടയിലൂടെ സ്ട്രാപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡിവൈസസും അവൈലബിൾ ആണ്. ഉപയോഗിക്കാൻ പറ്റുന്നെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഇരിക്കുന്ന സീറ്റും ഡാഷ്ബോർഡും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അതായത് നമ്മുടെ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ വയറുണ്ടല്ലോ, ആ വയറും ആ ഡാഷ്ബോർഡും തമ്മിൽ 25 സെന്റിമീറ്റേഴ്സിന്റെ ഗ്യാപ്പ് വേണം. അങ്ങനെ ആകുമ്പോഴാണ് ഒരു ഇമ്പാക്ട് ഉണ്ടാകുമ്പോൾ എയർ ബാഗ് പുറത്ത് വരുന്നതോടുകൂടി ആ എയർ ബാഗിന് അവിടെ വീർക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടാവുക. ഈ രണ്ട് കാര്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് സേഫ് ആയിട്ട് ട്രാവൽ ചെയ്യാം. സീറ്റ് ബെൽറ്റ് ഒരിക്കലും മറക്കരുത്. സീറ്റ് ബെൽറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ സേഫ് ആയിട്ട് ട്രാവൽ ചെയ്യാം.